അതില് ദാനമതി, ദാരുമതി എന്നു പേരായിട്ടുള്ള 2 സ്ത്രീകൾ മാത്രം ശേഷിച്ചു. അവരിരുവരും ബ്രഹ്മദേവനെ തപസ് ചെയ്തിട്ട് തങ്ങൾക്ക് തങ്ങളുടെ വംശം നിലനിർത്താനായിട്ട് പുത്രന്മാരെ വേണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ബ്രഹ്മദേവന്റെ അനുഗ്രഹത്താല് ദാനമതിക്ക് ദാനവേന്ദ്രനും ദാരുമതിക്ക് ദാരുകനും പുത്രന്മാരായി ജനിച്ചു. അങ്ങനെ ഈ കുട്ടികൾ വളർന്നു വരുന്ന മുറയ്ക്ക് ഇവരുടെ അമ്മമാരിൽ നിന്ന് മനസ്സിലാക്കുകയാണ് തങ്ങളുടെ പിതാമഹന്മാരുടെ മരണത്തിന് കാരണം ദേവന്മാരാണ്. ഇതിനെ തുടർന്ന് ദേവകുലത്തെ എല്ലാവരെയും നശിപ്പിക്കാനായിട്ട് ദാരികൻ ബ്രഹ്മദേവനെ തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബ്രഹ്മദേവൻ ദാരികന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ദാരികൻ ബ്രഹ്മദേവനോട് ആദ്യം തന്നെ അമരത്വപരമായിട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അതിനു പകരം ബ്രഹ്മദേവൻ മറ്റൊരു വരം കൊടുത്തു. അതെന്താണെന്ന് വെച്ചാൽ ഇരുമ്പ് മുതലായിട്ടുള്ള ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള യാതൊരു ആയുധത്താലും ലോകത്തിലുള്ള ഒരു പുരുഷനും ദാരികനെ വധിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. മാത്രവുമല്ല, ഈ ആയുധങ്ങൾ കൊണ്ട്